Hi, hello, it's me Priya Hari Prasad. Once again, welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്, കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് അല്ലെ. അത് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ഫംഗ്ഷൻ എന്നും പറയുന്നത് അല്ലെ. അപ്പൊ ഒരുപാട് പേര് കോസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. Maximum try to watch it and try to share with your friends. Okay, then come, let's learn together. Let's begin the class. കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് അതിന്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് പഠിക്കാം. എന്താണ്, അതായത് കോസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, അത് കഴിഞ്ഞതിന് ശേഷം ഷോർട്ട് റണ്ണും ലോങ് റണ്ണും അങ്ങനെ രണ്ടും ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ദെൻ ഓക്കെ, അപ്പൊ കോസ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് മോഡേൺ തിയറി ഓഫ് കോസ്റ്റ്, ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ്, അതേപോലെ തന്നെ LRAC എങ്ങനെ ഡിറൈവ് ചെയ്ത് വരുന്നു അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിലുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ദെൻ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കോസ്റ്റ് ഫംഗ്ഷൻ അല്ലെ? The technical relationship between cost and output is known as cost function. The technical relationship between cost and output is known as cost function. കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള ടെക്നിക്കൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലുള്ള ടെക്നിക്കൽ റിലേഷൻഷിപ്പ്? കോസ്റ്റും ഔട്ട്പുട്ടും. നമുക്കറിയാം, ഈ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ്? ഔട്ട്പുട്ട് ആണ് അല്ലെ. ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയാം. കാരണം എത്രയാണോ നമ്മൾ ഉൽപ്പന്നം ഉണ്ടാവുന്നത്, ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്, അതിനനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, കോസ്റ്റ് ഉണ്ടാവുന്നത് അല്ലെ. കോസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ചെലവാക്കുന്ന തുകയാണല്ലോ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ശരിക്കും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു? ഔട്ട്പുട്ടിനെ. എന്ന് വെച്ചാൽ കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇവിടെ ആരാണ്? ഔട്ട്പുട്ട് ആണ്, ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും കോസ്റ്റിൽ വേരിയേഷൻസ് വരിക. ശരിയല്ലേ? ഓക്കെ, അപ്പൊ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് അല്ലെ. കോസ്റ്റ് നമുക്ക് എന്ത് ഡെഫിനിഷൻ കൊടുക്കാം? എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാവുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കോസ്റ്റ് എന്ന് പറയുക അല്ലെ. ശരിയല്ലേ? ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ പർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസസിനെ നമുക്ക് കോസ്റ്റ് എന്ന് പറയാം. അപ്പൊ കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എക്സാമിന് എങ്ങനെ എഴുതണം ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ നോക്കിക്കോളൂ. ഔട്ട്പുട്ട് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദ കോസ്റ്റ് അല്ലെ. കോസ്റ്റിനെ സ്വാധീനിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അത് എന്ത് തന്നെയാണ്? ഔട്ട്പുട്ട് തന്നെയാണ്. ശരിയാണല്ലോ? ഓക്കെ, ഔട്ട്പുട്ട് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദ കോസ്റ്റ്. കോസ്റ്റിനെ സ്വാധീനിക്കുന്ന, നിർണ്ണയിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഔട്ട്പുട്ട് തന്നെയാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ് ഈസ് നോൺ ആസ് കോസ്റ്റ് ഫംഗ്ഷൻ. അതായത് കോസ്റ്റും കോസ്റ്റിന്റെ ഡിറ്റർമിനൻസും തമ്മിലുള്ള ഫംഗ്ഷണൽ റിലേഷൻഷിപ്പിനെ നമുക്ക് എന്തെന്ന് പറയാം? കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. ശരിയല്ലേ? കോസ്റ്റും കോസ്റ്റിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ആരുണ്ടാകും? നിർണ്ണയിക്കുന്ന ഘടകത്തിൽ ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ മെയിൻ ആയിട്ട് ആരാണ്? ഔട്ട്പുട്ട് ആണ്. അപ്പം ദ റിലേഷൻ ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്, കോസ്റ്റും കോസ്റ്റിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം ഈസ് നോൺ ആസ് കോസ്റ്റ് ഫംഗ്ഷൻ. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. It plays an important role in determining the optimum level of production. Optimum level of production അതിനെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഈ കോസ്റ്റ് ഫംഗ്ഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഔട്ട്പുട്ട് അറ്റ് ലീസ്റ്റ് കോസ്റ്റ് ആണ് ഈ ഒപ്റ്റിമം കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് അതിനെ നിർണ്ണയിക്കുന്നതിൽ കോസ്റ്റ് ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. കാര്യം എന്താ? മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ ലീസ്റ്റ് കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ആ കാര്യത്തിൽ ആർക്ക് വളരെയധികം പങ്കുണ്ട്? ഈ കോസ്റ്റ് ഫംഗ്ഷന് പങ്കുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വളരെ ഒരു നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടും കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രം നമുക്ക് പറയാം. അതെന്താണ്? കോസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ C is equal to F of Q എന്ന് പറയാം. എന്ന് വെച്ചാൽ Q എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ടിന്റെ അളവിനെയാണ് എന്താ ആശ്രയിച്ചിരിക്കുന്നത്? കോസ്റ്റ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഇനി കുറച്ചും കൂടെ ബ്രോഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, കുറച്ചും കൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ C is equal to F of S O P T എന്ന് വെച്ചാൽ അവിടെ ഔട്ട്പുട്ടും ഉണ്ട്, വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. എന്തിനെ നിർണ്ണയിക്കുന്ന? കോസ്റ്റിനെ. പ്രധാനമായും ഔട്ട്പുട്ട് ആണ്, എങ്കിലും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ.
അത് ഏതൊക്കെയാന്ന് നോക്കിക്കോളൂ. സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ഒ പി ടി അല്ലെ. അപ്പൊ നമുക്കറിയാം സി എന്ന് പറയുന്നത് കോസ്റ്റ് തന്നെയാണ്. എസ് എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. എസ് എന്ന് പറയുന്നത് എന്താണ്? സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. ലാർജ് സ്കെയിൽ ആണോ സ്മോൾ സ്കെയിൽ ആണോ അല്ലെ, അതാണ്. നെക്സ്റ്റ് ഒ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് തന്നെയാണ് കേട്ടോ. ഒ ഔട്ട്പുട്ട് തന്നെയാണ്. ദെൻ പി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഇൻപുട്ട്. ശരിയല്ലേ? ഇൻപുട്ടിന്റെ പ്രൈസ് എന്തിനെ നിർണ്ണയിക്കും? കോസ്റ്റിനെ. ശരിയാണല്ലോ. നെക്സ്റ്റ് വൺ ടി എന്ന് പറയുന്നത് ടെക്നോളജി. ടി എന്ന് പറയുന്നത് എന്താണ്? ടെക്നോളജി. അപ്പൊ ഇത്രയും ഘടകങ്ങൾ ചേർന്നാണ് കോസ്റ്റിനെ നിർണ്ണയിക്കുന്നത്. നമ്മൾ വളരെ നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് ആണ് എന്താ പറയാ എന്തിനെ നിർണ്ണയിക്കുന്നത് പറയാം? കോസ്റ്റിനെ നിർണ്ണയിക്കുന്നത് എന്ന് പറയാം. പിന്നെ കുറച്ചും കൂടെ ബ്രോഡായിട്ട് പറയുന്ന സമയത്ത് എങ്ങനെ പറയണം? കാരണം ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങളുണ്ട്. ഔട്ട്പുട്ടും എന്ന് പറയുന്ന സമയത്ത് ഔട്ട്പുട്ട് ഉണ്ടാവാൻ ഇൻപുട്ട് വേണം, ടെക്നോളജി വേണം അല്ലേ? ആ കാര്യങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ഒ പി ടി എക്സെട്ര അങ്ങനെ പോകും. ആ റിലേറ്റഡ് ഫാക്ടേഴ്സ് എങ്ങനെ പോകും? മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ സി എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. എസ് എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഒ എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. പി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഇൻപുട്സ്. ടി എന്ന് പറയുന്നത് എന്താണ്? ടെക്നോളജി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിനെ ഇവിടെ നിർണ്ണയിക്കുന്നു? കോസ്റ്റിനെ നിർണ്ണയിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കോസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് ക്യൂ എഴുതിയതിനു ശേഷം ഇതും കൂടെ എഴുതി ഒന്ന് എല്ലാം വിശദീകരിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കംപ്ലീറ്റ്ലി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. അപ്പൊ ഏത് ചോദിച്ചാലും നിങ്ങൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ എഴുതി ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ. നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് എക്സാമിന് ഏതാ ചോദിച്ചിരിക്കുന്നത്? ഷോർട്ട് റൺ ആണോ ലോങ് റൺ ആണോ? അല്ലെങ്കിൽ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? ഷോർട്ട് റൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആദ്യം ഷോർട്ട് റൺ എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഞാൻ ഡയറക്റ്റ് ടേബിളാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതണം. നമുക്കറിയാം ഷോർട്ട് റൺ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? ആ പീരീഡിന്റെ പ്രത്യേകത ഓൺലി വൺ ഫാക്ടർ ഈസ് വാരിയബിൾ അല്ലെ. ഒരൊറ്റ ഫാക്ടർ മാത്രം വാരിയബിളും കീപ്പിംഗ് ഓൾ അതർ ഫാക്ടേഴ്സ് ഫിക്സഡ്. മറ്റുള്ള ഫാക്ടേഴ്സ് ഫിക്സഡ് ആക്കി വെച്ചിട്ടുമാണ് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ശരിയല്ലേ? ഏത് പീരീഡില്? ഷോർട്ട് റണ്ണില്, ഷോർട്ട് പീരീഡില്. ഓക്കെ. അപ്പൊ ദാറ്റ് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ഷോർട്ട് പീരീഡ് അല്ലെ. എന്ന് വെച്ചാൽ ഒരൊറ്റ ഫാക്ടറിൽ മാത്രമേ ചേഞ്ച് വരുത്താൻ പ്രൊഡ്യൂസർക്ക് കഴിയുള്ളൂ. എന്താ കാരണം? അത് ഷോർട്ട് പീരീഡ് ആണ്. 1 ഇയർ 2 ഇയറിനകത്ത് എല്ലാ ഫാക്ടേഴ്സിലും ചേഞ്ച് വരുത്താൻ പ്രൊഡ്യൂസർക്ക് കഴിയില്ല അല്ലെ. പ്രൊഡ്യൂസർ ഈസ് നോട്ട് ഏബിൾ ടു മേക്ക് ചേഞ്ചസ് ഇൻ ഓൾ അതർ ഫാക്ടേഴ്സ് ഡ്യൂറിങ് എന്താണ്? ഷോർട്ട് പീരീഡ്. ആ ഷോർട്ട് റണ്ണിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അല്ലെ. ഓക്കെ. അപ്പം ഒരൊറ്റ ഫാക്ടറിൽ ചേഞ്ച് വരുത്തും. അതേതാണ്? ലേബറിൽ മാത്രം ചേഞ്ച് വരുത്തിയിട്ട് പ്രൊഡക്ഷനിൽ ചേഞ്ച് വരുത്താൻ ശ്രമിക്കും ഷോർട്ട് റണ്ണിലെ പ്രൊഡ്യൂസർ. അതാണ് ഷോർട്ട് റണ്ണിന്റെ ഒരു പ്രത്യേകത. ഇനി ഷോർട്ട് റണ്ണിൽ കുറെ കോസ്റ്റ് കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ വരുന്നുണ്ട്. എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ട്? ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് പഠിക്കണം ഈ കോസ്റ്റുകൾക്കെല്ലാം ഔട്ട്പുട്ടുമായിട്ട് എന്താണ് റിലേഷൻ അല്ലെ. അപ്പൊ ഇനി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഷോർട്ട് റണ്ണിന്റെ കാര്യം എഴുതി. അപ്പൊ നമ്മൾ പറയണം ഷോർട്ട് റണ്ണിൽ ഇത്ര കുറെ കോസ്റ്റ് കൺസെപ്റ്റ്സ് ഉണ്ട് അല്ലെ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, അങ്ങനെ തുടങ്ങിയ കുറെ കോസ്റ്റ് കൺസെപ്റ്റ്സ് ഉണ്ട്. ഇതുമായിട്ട് എല്ലാം ഉള്ള റിലേഷൻഷിപ്പ് അല്ലെ. ഇതിനെല്ലാം ഔട്ട്പുട്ടുമായിട്ട് എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ റിലേഷൻ പഠിക്കുക എന്നത് ഏറ്റവും എളുപ്പം ഏതാണ്? ഒരു ടേബിൾ. ആ ടേബിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാവുണ്ടല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ പ്രീവിയസ്ലി എടുത്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഈ ടോപ്പിക് എടുക്കുമ്പോൾ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പൊ നോക്കിക്കോളൂ, ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. വി ഹാവ് 8 കോളംസ് അല്ലെ. എത്ര കോളംസ് ഉണ്ട്? 8 കോളംസ് ഉണ്ട്. ഫസ്റ്റ് കോളത്തിൽ ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ദെൻ TFC എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, TVC എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, TC എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ്, AVC എന്ന് പറഞ്ഞാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, AFC എന്ന് പറഞ്ഞാൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, AC എന്ന് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റ്, ആൻഡ് ഫൈനലി MC എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ കോസ്റ്റ് അല്ലെ. അങ്ങനെ എത്ര കോസ്റ്റുകൾ ഉണ്ട്? 1 2 3 4 5 6 7. ഇത്രയും കോസ്റ്റുകളുടെ കാര്യം നമ്മൾ എവിടെ പറയണം? ഷോർട്ട് റണ്ണിൽ പറയണം. ഓക്കെ. ഇനി നമുക്കിപ്പം ഇതിനകത്ത് അവൈലബിൾ മിക്കവാറും എക്സാംസിന് ചിലപ്പം ടേബിൾ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ തരികയാണെങ്കിൽ 2 കോളം തരും നമുക്ക് കേട്ടോ. 2 എണ്ണം തരും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത്. മിക്കവാറും ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തരികയാണ് ചെയ്യുക. അത് ചിലപ്പോൾ വേരിയബിളും തരില്ല കേട്ടോ, നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും.
ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, ലെവൽ ഓഫ് ഔട്ട്പുട്ട് 0, 1, 2, 3 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ TFC എന്ന് പറയുന്നത് നമുക്ക് ഗിവൺ ആയിരിക്കും, തരും, ഫിക്സഡ് കോസ്റ്റ് ആണ്. അത് എല്ലാ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ത് തന്നെയായാലും ആ TFC എങ്ങനെ തന്നെയാണ്, സെയിം തന്നെയാണ് ആണല്ലോ. ഓക്കെ, TVC എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്പർ ഓഫ് യൂണിറ്റ്സ്, പിന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സിന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, TVC കിട്ടും കേട്ടോ. TVC സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ, ഇങ്ങനെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ. അതാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഈ ടോപ്പിക്കിൽ നമ്മൾ തന്നെയാണ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ അതിനുള്ള ഐഡിയ ആണ് പറഞ്ഞു തരുന്നത്. TVC കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഓരോ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ലേ, അതിനെ ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഓരോ യൂണിറ്റ് ഔട്ട്പുട്ടിനും എത്ര വേരിയബിൾ കോസ്റ്റ് ഉണ്ട് അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പൊ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഞാൻ പറയുമ്പോൾ എഴുതിയെടുക്കുക കേട്ടോ, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഓരോ യൂണിറ്റ് ഔട്ട്പുട്ടിനും ഉണ്ടാവുന്ന വേരിയബിൾ കോസ്റ്റ് അതിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ TVC നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ് ഇത് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ TC എന്ന് പറഞ്ഞാൽ എന്താണ്? TC ഈസ് ഈക്വൽ ടു TFC പ്ലസ് TVC. TC കിട്ടണമെങ്കിൽ, ടോട്ടൽ കോസ്റ്റ് കിട്ടണമെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും തമ്മിൽ പ്ലസ് ചെയ്യണം. ഇതാ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ഇതാ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അങ്ങനെ ഓരോ സ്റ്റേജിലും പ്ലസ് ചെയ്യാം. നോക്കിക്കോളൂ, 60 പ്ലസ്, ഇവിടെ ഒന്നുമില്ല, 0, കാരണം ആദ്യം ഔട്ട്പുട്ട് 0 ആകുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഫിക്സഡ് കോസ്റ്റ് പക്ഷെ ഉണ്ടാവും, അതറിയാമല്ലോ, അത് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യണ്ടല്ലോ, അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, 60 പ്ലസ് 0 60 ആണ്. ദെൻ അതേപോലെ തന്നെ അടുത്തത് 60 പ്ലസ് 20 80. അങ്ങനെ ഓരോ സ്റ്റേജിലും ഈ രണ്ട് കോസ്റ്റും TFCയും TVCയും ആഡ് ചെയ്ത് എന്ത് കിട്ടും, TC കിട്ടും. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കിക്കോളൂ, ABC കിട്ടാൻ TVC ബൈ Q. TVC എന്താണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, അത് ബൈ Q എന്താണ്, ഔട്ട്പുട്ട്. നോക്കിക്കോളൂ, ABC ആദ്യം 0 ആയിരിക്കും, അത് വിട്ടേക്കൂ. ദെൻ രണ്ടാമത്തെ നോക്കിക്കോളൂ, എന്താ ചെയ്യേണ്ടത്, നമ്മൾ ABC കിട്ടാൻ TVC ബൈ Q അല്ലെ. TVC എന്താണ്, 20 ബൈ 1 20, 36 ബൈ 2 18, 48 ബൈ 3 16, അങ്ങനെ പോകും. അതായത് ഓരോ സ്റ്റേജിലും TVCയെ ഔട്ട്പുട്ടുമായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ABC കിട്ടും. ശരിയാണല്ലോ? അപ്പൊ ABC TVC ബൈ Q ആണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് AFC എന്ന് പറഞ്ഞാൽ TFC ബൈ Q. AFC ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, AFC കിട്ടും. നോക്കിക്കോളൂ, എന്താണ് നമ്മുടെ TFC എന്ന് പറയുന്നത് 60 ആണ് അല്ലെ. അപ്പൊ ഓരോ സ്റ്റേജിലും അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60 ബൈ 1 60, 60 ബൈ 2 30. ശരിയല്ലേ? അപ്പം AFC കിട്ടാൻ TFC ഓരോ സ്റ്റേജിലും ഔട്ട്പുട്ട് എത്രയാണോ അതാത് സ്റ്റേജിൽ ഡയറക്റ്റ് ഔട്ട്പുട്ട് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് AFC. മനസ്സിലായല്ലോ? ഇനി AC എന്താണ്? AC എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ്, അത് TC ബൈ Q. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, TC ബൈ Q. എല്ലാവർക്കും അറിയാവുന്നല്ലോ. ആവറേജ് കാണാൻ എപ്പോഴും ടോട്ടലിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അത് ഔട്ട്പുട്ട് എത്രയാണ് അത് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ AC ഈസ് ഈക്വൽ ടു TC ബൈ Q. അപ്പൊ ആദ്യം ഇല്ല, അത് വിട്ടേക്കൂ. 80 ബൈ 1 80, അതേപോലെ തന്നെ 96 ബൈ 2 48, ലൈക്ക് ദിസ്, അതിങ്ങനെ പോകും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ്, AC കിട്ടാനായിട്ട് TC ബൈ Q, TCയെ Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ AC കിട്ടും. ഇനി നമുക്ക് അവസാനം MC പറയുന്നത് ചേഞ്ച് ആണ് അല്ലെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതാം, TCN മൈനസ് 1 എന്ന് എഴുതാം. അതല്ലെങ്കിൽ ചേഞ്ച് ആണ് അല്ലെ, ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ഈ മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. പക്ഷെ അത് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ടോട്ടൽ കോസ്റ്റ് ഉണ്ടല്ലോ, ടോട്ടൽ കോസ്റ്റിന് താഴെ നിന്നും മുകളിലോട്ട് 80 നിന്നും 60 മൈനസ് ചെയ്താൽ 20 എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ രണ്ട് സ്റ്റേജിലുള്ള കോസ്റ്റിന്റെ ഡിഫറൻസ്, ടോട്ടൽ കോസ്റ്റിൽ ആ ഡിഫറൻസ് ഇൻക്രിമെന്റ് എത്ര വന്നു എന്ന് മാത്രമേ നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, താഴെ നിന്നും സെക്കൻഡ് സ്റ്റേജിൽ നിന്നും ഫസ്റ്റ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിൽ നിന്നും സെക്കൻഡ് സ്റ്റേജ്, ഇങ്ങനെ മൈനസ് ചെയ്താൽ മതി. നമുക്ക് എന്താ വേണ്ടത്, ഡിഫറൻസ് ആണ്. ഓരോ സ്റ്റേജിലും ടോട്ടൽ കോസ്റ്റിൽ എത്ര ഇൻക്രിമെന്റ് ഉണ്ടാവുന്നു എന്നല്ലേ അറിയേണ്ടത്. അതാണ് മാർജിനൽ കോസ്റ്റ്. അഡീഷൻ ടു ടോട്ടൽ ആണ് മാർജിനൽ. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എളുപ്പത്തിൽ. ഓക്കെ, അപ്പൊ എന്താണ് 80 മൈനസ് 60 20,
96 minus 18 16, 108 minus 96 12. ഇങ്ങനെ താഴെ നിന്നും മുകളിലോട്ട് മൈനസ് ചെയ്ത് വന്നാൽ എന്ത് കിട്ടും? നമുക്ക് MC മാർജിനൽ കോസ്റ്റ് കിട്ടും, അഡീഷൻ ടു ടോട്ടൽ ആയതുകൊണ്ട്. മനസ്സിലായല്ലോ? താഴെ നിന്ന്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, PCN മൈനസ് TCN മൈനസ് 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടാൽ മതി എന്ന് എഴുതാം. ആരൊക്കെ തമ്മിലുള്ള ടോട്ടൽ കോസ്റ്റിന്റെ ഓരോ സ്റ്റേജിലുള്ള ഡിഫറൻസ്, സെക്കൻഡും ഫസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മൾ അത്രയും ചെയ്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം എന്താ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഈ എല്ലാ കോസ്റ്റുകൾക്കും ഡയറക്ട്ലി എന്തുമായിട്ടാണ് റിലേഷൻ? ഔട്ട്പുട്ടുമായിട്ടാണ് റിലേഷൻ. അപ്പൊ ഷോർട്ട് റണ്ണില് ഈ എല്ലാ കോസ്റ്റ് കൺസെപ്റ്റ്സിനും ഔട്ട്പുട്ടുമായിട്ട് എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്തിന്റെ കൂടെ തന്നെയാണ്? ഔട്ട്പുട്ടിന്റെ കൂടെ തന്നെയാണ്, അല്ലെങ്കിൽ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ ഔട്ട്പുട്ട് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആണല്ലോ? ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി നമുക്ക് ഇതിന്റെ ഡയഗ്രാം പഠിക്കാം. ഷോർട്ട് റണ്ണിന്റെ കാര്യമാണ്, നമ്മൾ ലോങ് റണ്ണിലേക്ക് കടന്നിട്ടില്ല. ഷോർട്ട് റൺ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കാണിക്കുന്നത്. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടും വൈ ആക്സിസിൽ കോസ്റ്റും. എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് ഓർ മെഷേഴ്സ് ഔട്ട്പുട്ട്, ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ആൻഡ് വൈ ആക്സിസ് റെപ്രസെന്റ്സ് ഓർ മെഷേഴ്സ് കോസ്റ്റ്. അല്ലെ, വൈ ആക്സിസിലെ കോസ്റ്റും ആണ് പറയുന്നത്. ഇനി നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് എത്ര കർവ്സ് ഉണ്ട്? 1 2 3 4. വി ഹാവ് 4 കർവ്സ്. അല്ലെ, ഏതൊക്കെയാണ്? AFC, അത് നമുക്ക് അറിയാം, ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ. AVC, ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ. ATC, അതായത് ആവറേജ് കോസ്റ്റ്, അല്ലെ, ആവറേജ് ടോട്ടൽ കോസ്റ്റ്, അത് തന്നെയാണ്. ദെൻ MC, മാർജിനൽ കോസ്റ്റ്. അങ്ങനെ ഇത്രയും 4 കോസ്റ്റുകളുടെ ഡയഗ്രാം ആണ് കാണിക്കുന്നത്. അല്ലെ, ഇനി നമുക്ക് ഫസ്റ്റ് നോക്കൂ, ATC നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ATC അല്ലെങ്കിൽ AC എന്ന് പറയുന്നത് നമുക്കറിയാം, ഷോർട്ട് റണ്ണിൽ അത് U ഷേപ്പ് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ട് ഈ കോസ്റ്റ് കർവ് U ഷേപ്പ് ആയി എന്നതെല്ലാം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പൊ നിങ്ങൾ ഈ പ്ലേലിസ്റ്റിലുള്ളതെല്ലാം നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാം കാണാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പൊ നോക്കിക്കോളൂ. അപ്പം ഈ ATC എന്ന് പറയുന്നത് U ഷേപ്ഡ് ആയിരിക്കും. അത് നമുക്ക് അറിയാം. റീസൺ എന്താന്ന് വെച്ചാൽ ഇവിടെ ഡിമിനിഷിങ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യും. അല്ലെ, ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യും. ആദ്യം കോസ്റ്റ് ഹൈ ആയിരിക്കും, എന്നിട്ട് അത് കുറയും. ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്തോറും കോസ്റ്റ് കുറഞ്ഞു വരും. അതൊരു മിനിമം പോയിന്റിൽ എത്തും. അത് കഴിഞ്ഞ് ആ ഒരു മിനിമം പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ സർട്ടൻ ലെവലിന്റെ അപ്പുറത്തോട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അഗെയിൻ ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അല്ലെ, ബിയോണ്ട് ആ സർട്ടൻ ലെവൽ കഴിഞ്ഞ് വീണ്ടും ഒരു ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് പോകുന്ന സമയത്ത് കോസ്റ്റ് പിന്നെയും എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോസ്റ്റ് ഈ കർവിന് U ഷേപ്പ് ആണ്. MC എന്ന് പറയുന്നത് ATC ആയിട്ട് ടച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് MC ഇൻക്രീസിങ് ആണ്. MC അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ വെച്ച് ഫിക്സ് ചെയ്യുന്ന ആ MCയും ACയും ഈക്വൽ ആവുന്ന പോയിന്റിലുള്ള ഔട്ട്പുട്ട് ആണ് OQ2 എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഔട്ട്പുട്ട് ആയിരിക്കും ഒപ്റ്റിമം ആയിട്ട് ഇവിടെ ആര് സെലക്ട് ചെയ്യാം? പ്രൊഡ്യൂസർ. ഷോർട്ട് റണ്ണിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ മിനിമം ആണ്, ATC മിനിമം ആണ്. അല്ലെ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ATC മിനിമം ആണ്. ആ പോയിന്റിൽ ഇവിടെ ടച്ച് ചെയ്യുന്നത് AVC മിനിമം ആണ്. ഇവിടെ എന്താണ്? AVCയും കുറവാണ്, അതേപോലെ AFCയും കുറവാണ്. അതുകൊണ്ട് മനസ്സിലായോ? അപ്പൊ എല്ലാ കോസ്റ്റും അങ്ങനെ. അപ്പൊ ഇതിന്റെ എല്ലാം സമ്മേഷൻ തന്നെയാണ് ഇത്. എങ്കിലും ഞാൻ പറയാ, അപ്പൊ എല്ലാ കോസ്റ്റും കുറവായ ആ പോയിന്റിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഈ AFC എന്താ ചെയ്യാ? കുറഞ്ഞു വരുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ആണല്ലോ നമ്മൾ വീതിച്ചു കൊടുക്കുന്നത്. ഓരോ യൂണിറ്റ് ഔട്ട്പുട്ടിന് നമ്മൾ ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് കൂടുന്തോറും ഈ ഫിക്സഡ് കോസ്റ്റിനെ വീതിച്ച് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. എന്ന് വെച്ചാൽ ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും ഔട്ട്പുട്ട് കൂടുന്തോറും. അല്ലെ, നമ്മൾ അങ്ങനെ ഇപ്പൊ 1000 ഇപ്പൊ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു ഇവിടെ 60 പറഞ്ഞു. അപ്പം 60 യൂണിറ്റ്സ് ആദ്യം 10 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 60/10 എന്താണ്? 60/10 6 ആയിരിക്കും ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. പിന്നെ 20 ആണെങ്കിലോ അതിനേക്കാളും കുറയില്ലേ? മനസ്സിലായോ? അങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ ഔട്ട്പുട്ട് കൂടുന്തോറും ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞു വരുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറെ എന്താണ്? ABC, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അതും ഒരു പതുക്കെ ഒന്ന് കുറഞ്ഞ് പിന്നെ അത് എന്ത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്? ആ ഒരു സർട്ടൻ ലെവൽ കഴിയുമ്പോൾ പിന്നെ ഇതിന്റെ ഒപ്പം ഈ ആവറേജ് ഇതിന്റെ ഒപ്പം കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഈ കുറയുന്ന സമയത്ത് ആര് മുകളിലായിരിക്കും? AFC മുകളിലും AVC താഴെയുമായിരിക്കും. ശരിയല്ലേ? പക്ഷെ കൂടുന്ന സമയത്ത് AVC മുകളിലും AFC താഴെയുമായിരിക്കും. ആ റിലേഷൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ്? അതായത് കുറയുന്ന സമയത്ത്, ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് AVC എന്ന് പറയുന്നത് ജസ്റ്റ് എബോവ് ദി AFC എന്ന് പറയുന്നത്
AFC എന്ന് പറയുന്നത് ജസ്റ്റ് എബോവ് ദി ABC. ABC ഇതാണല്ലോ ABCയെക്കാളും ജസ്റ്റ് എബോവ് ആയിരിക്കും ABC എന്ന് പറയുന്നത്. സോറി, AFC എന്ന് പറയുന്നത് ABCയെക്കാളും മുകളിലായിരിക്കും AFC എന്ന് പറയുന്നത്. ഇനി അതേപോലെ അത് കഴിഞ്ഞിട്ട് ഇത് കൂടുന്ന സമയത്ത് പതുക്കെ ഇത് കഴിഞ്ഞ് ഇങ്ങനെ കൂടുമല്ലോ, അങ്ങനെ കൂടുന്ന സമയത്ത് AFCയെക്കാളും തൊട്ട് മുകളിലായിരിക്കും എന്തെന്ന് പറയുന്നത് ABC എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ഇനി പിന്നെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മുകളിൽ ഇങ്ങനെയായിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ കൂടി അങ്ങനെ അത് സ്റ്റീപ്പായിട്ട് തന്നെ മാർജിനൽ കോസ്റ്റ് കൂടും. കാരണം ഔട്ട്പുട്ട് കൂടുന്തോറും മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ അഡീഷണൽ ആണല്ലോ, ടോട്ടൽ കോസ്റ്റിന് അഡീഷണൽ ആയിട്ട് എത്ര കോസ്റ്റ് വരുന്നതാണല്ലോ മാർജിനൽ കോസ്റ്റ്. അപ്പൊ ഔട്ട്പുട്ട് കൂടുന്തോറും എന്തായാലും മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ. ആദ്യം പതുക്കെ പിന്നെ അത് പിന്നീട് ഇതിന്റെ ഒപ്പം അങ്ങോട്ട് കൂടും. അപ്പൊ ആ കൂടുന്ന സമയത്ത് കുറയുന്ന സമയത്ത് ATCയുടെ താഴെയായിരിക്കും MC എന്ന് പറയുന്നത്, കൂടുന്ന സമയത്ത് ATCയുടെ മുകളിലായിരിക്കും എന്തെന്ന് പറയുന്നത് MC എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ Q2 എന്ന് പറയുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഒപ്റ്റിമം ആയിട്ട് പ്രൊഡ്യൂസർക്ക് സെലക്ട് ചെയ്യുക. കാരണം അവിടെ എല്ലാ കോസ്റ്റും എങ്ങനെയാണ്? കുറവാണ്. അത് കഴിഞ്ഞ് എല്ലാം പിന്നെ അങ്ങോട്ടേക്ക് കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഇത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ലോങ് റൺ ആണ്. അപ്പം ആദ്യം ഈ കാര്യങ്ങൾ എഴുതുക. ഇത് ടേബിള് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഔട്ട്പുട്ടുമായിട്ടുള്ള ഈ റിലേഷൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഡയഗ്രാം വരയ്ക്കുക. ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് എഴുതുക. അപ്പൊ അത് കഴിയുമ്പോൾ ഷോർട്ട് റൺ കഴിയും. ഇനി ലോങ് റൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോങ് റണ്ണിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ഫാക്ടേഴ്സിലും ചേഞ്ച് വരുത്താൻ ആർക്ക് കഴിയും? പ്രൊഡ്യൂസർക്ക് കഴിയും. ശരിയല്ലേ? ലോങ് റൺ എന്ന് പറയുമ്പോൾ 10 years 20 years അല്ലെ, 10 years 20 years അങ്ങനെ ഒരു പീരീഡ് ആണ് ഈ ലോങ് റൺ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഹി ക്യാൻ മേക്ക് ചേഞ്ച് ഇൻ ഓൾ ഫാക്ടേഴ്സ്. എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് വരുത്താൻ കഴിയും. ഈവൻ ചിലപ്പോൾ ലാൻഡ് വരെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന്, അല്ലെ. ഓക്കെ, മെഷീനറീസ് മാറ്റാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ പോസിബിൾ ആവും ലോങ് റണ്ണിൽ, അല്ലെ. ലോങ് റണ്ണിൽ എന്ത് പോസിബിൾ ആവും? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ പോസിബിൾ ആവും. ഓക്കെ, അപ്പൊ ലോങ് റണ്ണിൽ നമ്മൾ ഇവിടെ പഠിക്കുന്ന കർവ്, കോസ്റ്റ് കർവ് ഏതായിരിക്കും? ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ആയിരിക്കും. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ എന്തിന്റെ എല്ലാം ഒരു സമ്മേഷൻ ആയിരിക്കും, എന്തിന്റെ എല്ലാം ഒരു ടോട്ടൽ ആയിരിക്കും. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവുകളുടെ ഒരു എന്താ പറയാ സമ്മായിരിക്കും, അല്ലെ. ഈ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവുകൾ കൂട്ടിയാൽ കിട്ടുന്ന അതായിരിക്കും എന്തെന്ന് പറയുന്നത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റിനെ നിർണ്ണയിക്കുന്ന സമയത്ത് ഓരോ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിനെയും കൺസിഡർ ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ പ്ലാന്റിന്റെ കോസ്റ്റിനെയും എന്ത് ചെയ്യേണ്ടി വരും? കൺസിഡർ ചെയ്യണം. ശരി, ലോങ് റൺ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് യൂണിറ്റിൽ തന്നെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാവും, അല്ലെ. ആ എല്ലാ പ്ലാന്റിന്റെയും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിനെ കൺസിഡർ ചെയ്ത് സമ്മപ്പ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഡിറൈവ് ചെയ്യുന്നതെന്ന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതും പ്ലേലിസ്റ്റിലുണ്ട്, അതും കാണാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിൽ അതിന്റെ ഡയഗ്രാം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇനി അത് പഠിക്കാം. ലോങ് റൺ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഇതാണ് ലോങ് റൺ കോസ്റ്റ് കർവ് ഡിറൈവ് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്നത് കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിൽ ലോങ് റൺ ആണ്. ഓക്കെ, എക്സ് ആക്സിസിലെ ഔട്ട്പുട്ടും വൈ ആക്സിസിലെ കോസ്റ്റും ആണ്. ഒരു കാര്യം പ്രത്യേകം പഠിക്കണം, ലോങ് റണ്ണിലെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ലോങ് റണ്ണിലെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ബൈ LRS, അല്ലെ. എന്താണ് LRS? ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഈ ലോങ് റൺ കോസ്റ്റ് നമ്മളെ എന്താണ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പില് ലോങ് റണ്ണില് ആ ലോങ് റൺ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിനെയാണ്? LRS, ലോ ഓഫ് എന്താണ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് കേട്ടോ. ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ ആണ്. ലോങ് റണ്ണിന്റെ എല്ലാ ഫാക്ടേഴ്സിലും ചേഞ്ച് വരുത്താൻ കഴിയും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആയിരിക്കും ആര് ലക്ഷ്യമിടുക ലോങ് റണ്ണില്? പ്രൊഡ്യൂസർ. ശരിയല്ലേ? ഇനി നോക്കിക്കോളൂ, ഇതാണ് LAC എന്ന് പറയുന്നത്, ലോങ് റൺ എന്താ പറയാ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് വി ഹാവ് 3 SACs, അല്ലെ. 3 എണ്ണം ഉണ്ട്. SAC1, SAC2 ആൻഡ് ഫൈനലി SAC3. 3 SAC കർവ്സ് ഉണ്ട്. ഈ 3 എണ്ണത്തിന്റെയും സമ്മപ്പ് ചെയ്ത അല്ലെങ്കിൽ അത് 3 എണ്ണത്തിനെയും എൻവലപ്പ് ചെയ്ത് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ LAC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ LACയെ എൻവലപ്പ് കർവ് എന്നും പ്ലാനിങ് കർവ് എന്നും പറയും. എന്തൊക്കെ പറയും? എൻവലപ്പ് കർവും പ്ലാനിങ് കർവ് എന്നും എന്തിനെ പറയും? LACയെ പറയും. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിനെ എല്ലാം സമ്മ ചെയ്ത് അല്ലെങ്കിൽ അതിനെല്ലാം എൻവലപ്പ് ചെയ്യുക. എന്താ എൻവലപ്പ് ചെയ്യുക? എൻവലപ്പ് പറഞ്ഞാൽ നമ്മൾ പറയില്ല, എൻവലപ്പ് കവർ പോസ്റ്റ് ഓഫീസിന് എൻവലപ്പ് വാങ്ങിക്കുക, കവറിനെ പറയില്ലേ,
എന്താന്ന് വെച്ചാൽ കവർ ചെയ്യുക, ഫുൾ കവർ ചെയ്യുക. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഷോർട്ട് റൺ കോസ്റ്റിനെ എല്ലാം കവർ ചെയ്തിട്ടാണ് ലോങ് റൺ കോസ്റ്റ് കിട്ടുന്നത്, ശരിയല്ലേ? അപ്പൊ ഓരോ പ്ലാന്റിന്റെയും ഷോർട്ട് റൺ കോസ്റ്റിനെ എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ലോങ് റൺ കോസ്റ്റ് കർവിനെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ, 3 ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. പി എന്ന് പറയുന്നത് PQR. ഇതൊരിക്കലും പ്രൊഡ്യൂസർ ഇവിടെ സെലക്ട് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വളരെ കുറവാണ്, ലോങ് റണ്ണിൽ അങ്ങനെ സെലക്ട് ചെയ്യില്ല. ഇനി ഇവിടെയാണെങ്കിൽ ഏറ്റവും കോസ്റ്റ് മിനിമം ആണ് അല്ലെ, ഇത് ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഏറ്റവും കോസ്റ്റ്, OQ അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ ഔട്ട്പുട്ട് കോസ്റ്റ് വളരെ മിനിമം ആണ്. പക്ഷേ പ്രൊഡ്യൂസർ അവിടെയും സെലക്ട് ചെയ്യുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കുറവാണ്, ലോങ് റൺ അല്ലേ. അപ്പൊ ഓരോ പ്ലാന്റിന്റെയും കപ്പാസിറ്റി അനുസരിച്ചിട്ടല്ലേ. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഏറ്റവും മിനിമം പ്രൊഡ്യൂസ് ചെയ്താൽ മതിയോ? അല്ല. അപ്പൊ അവിടെ കോസ്റ്റ് കുറവാണ്. പക്ഷെ അതല്ല എടുക്കുന്നത്, OR എന്ന് പറയുന്ന അല്ലെങ്കിൽ R എന്ന് പറയുന്ന പോയിന്റിൽ ഔട്ട്പുട്ട് ആണ് ആര് സെലക്ട് ചെയ്യുന്നത്? പ്രൊഡ്യൂസർ സെലക്ട് ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ എന്താ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അപ്പോഴാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്, ലാഭം ഉണ്ടാക്കാനും കഴിയുന്നത്, ശരിയല്ലേ? ഓക്കെ, അപ്പം അത് നമ്മൾ ഒരു പ്ലാന്റിന്റെ കാര്യമൊന്നും അല്ലല്ലോ പറയുന്നത് അല്ലെ, എല്ലാ പ്ലാന്റിന്റെയും കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് അതായിരിക്കും പ്രൊഡ്യൂസർ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ കോസ്റ്റ് കുറച്ച് എങ്ങനെയായിരിക്കും? കുറച്ച് ഹൈ ആയിരിക്കും. ഹൈ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഒപ്റ്റിമം കോമ്പിനേഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഒപ്റ്റിമം കോമ്പിനേഷൻ ആണെങ്കിൽ ഇതായിരിക്കും അല്ലെ, ഏറ്റവും മിനിമം കോസ്റ്റ്. പക്ഷെ അവിടെ പ്രൊഡ്യൂസറുടെ ലക്ഷ്യം അതല്ല. ഇത്രയും പ്ലാൻ സൈസും എല്ലാം ചേഞ്ച് വരുത്തി, എല്ലാ ഫാക്ടേഴ്സിലും ചേഞ്ച് വരുത്തിയിട്ട് എന്തിനാ ചെയ്തത്? ഔട്ട്പുട്ട് കൂട്ടണമല്ലോ അല്ലെ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത്? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ OR എന്ന് പറയുന്നതായിരിക്കും ആര് സെലക്ട് ചെയ്യുക? പ്രൊഡ്യൂസർ സെലക്ട് ചെയ്യുക. കുറച്ച് എന്തായിരിക്കും? കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ഈ ടോട്ടൽ ഔട്ട്പുട്ടില് എന്താണ് വർധനവ് ഉണ്ടാവും. അതേപോലെ തന്നെ കുറച്ചും കൂടെ ടോട്ടൽ കോസ്റ്റും ലോങ് റണ്ണിൽ എന്താണ് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. ഒരിക്കലും മിനിമം പോയിന്റ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇതിനകത്ത് വരുന്നില്ല. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ലക്ഷ്യമിടും ലോങ് റണ്ണിൽ ആണല്ലോ. ഇൻഫ്ലുവൻസ്ഡ് ബൈ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. പിന്നെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എൻവലപ്പ് കർവാണ് അല്ലെങ്കിൽ പ്ലാനിങ് കർവാണ്, സമ്മേഷൻ ആണ് അല്ലെ. എല്ലാ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവുകളുടെയും ഒരു സമ്മേഷൻ. അപ്പൊ നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് 3 ഉള്ളതായിട്ടാണ് അല്ലെ. അപ്പൊ ഓരോ പ്ലാന്റിന്റെയും SA1, SA2, SA3 എന്ന് പറയുന്ന 3 ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഉണ്ട്. അതിന്റെ എല്ലാം കൂട്ടിയിട്ടാണ്, അതിനെല്ലാം കൺസിഡർ ചെയ്യണം, മനസ്സിലാണ്. എന്നിട്ടേ ലോങ് റൺ ആവറേജ് കോസ്റ്റിനെ നിർണ്ണയിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി ഔട്ട്പുട്ട് 3 ലെവൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ 3 ആറാണ് സെലക്ട് ചെയ്യുക. കാരണം ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, ഏത് P എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. അതുമല്ലാതെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കുറവാണ്. ഇവിടെ ഔട്ട്പുട്ട് ഒരു മീഡിയം ഉണ്ട്, പക്ഷെ അതേപോലെ തന്നെ എന്താണ് കോസ്റ്റ് മിനിമം ആണ്. പക്ഷെ അത് സെലക്ട് ചെയ്യുന്നില്ല. ലോങ് റൺ ആയതുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്നു, അവിടെ വെച്ചിട്ട് സെലക്ട് ചെയ്തു, അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇനിയിപ്പം ഇത് LRACയുടെ ഡെറിവേഷന്റെ സെപ്പറേറ്റ് ടോപ്പിക് വേണമെങ്കിൽ അത് പ്ലേലിസ്റ്റിലുണ്ട്. ഡെറിവേഷൻ ഓഫ് LRAC ബൈ പ്രിയ ഹരിപ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇതുമായിട്ട് കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോസ്റ്റ് ഫംഗ്ഷൻ, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. അപ്പം ലോങ് റണ്ണ് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് ഈ ഡയഗ്രവും എക്സ്പ്ലനേഷനുമാണ് എഴുതേണ്ടത്. ലോങ് റണ്ണിലെ കാര്യങ്ങൾ അല്ലെ. ലോങ് റണ്ണിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു തന്നു അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. നോട്ട് ചെയ്ത് എഴുതി വെക്കാൻ ശ്രമിക്കണം. റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം അത് അങ്ങനെ ചെയ്ത് ഈ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി അതല്ല ഷോർട്ട് റൺ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡയഗ്രാം, നേരത്തെ ആദ്യത്തെ ഫസ്റ്റ് ഡയഗ്രാമില്ലേ അതിന്റെ എക്സ്പ്ലനേഷൻസ് വരെ. ഷോർട്ട് റണ്ണിൽ ആ ടേബിൾ കമ്പൽസറി ആണ്. മനസ്സിലായല്ലോ? ഷോർട്ട് റണ്ണിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ ടേബിൾ കമ്പൽസറി ആണ്. കാരണം ലോങ് റണ്ണിൽ ആവശ്യമില്ല. കാരണം നമ്മൾ ഈ SACയുടെ കാര്യം ഇതൊക്കെയല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് അത് മറക്കരുത്. അപ്പൊ ഇത് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക് അല്ല എങ്കിൽ 2 or 3 പ്രാവശ്യം പതുക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് ഒന്ന് പോയിന്റ്സ് എഴുതി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. മാക്സിമം എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോറി ഫോർ ദ ഡിലേ. ഓക്കെ, ദെൻ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.